വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 3ാമത്തെ ക്ലാസ്സാണ്. സോ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ആദ്യത്തെ 2 പാർട്ടും കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ലിങ്ക് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൻ്റെ മുന്നത്തെ പാർട്ടുകളും അതുപോലെ തന്നെ ഇതിനോടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കാണുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നോട്ട് ചാപ്റ്റർ ചെയ്താണ്ട് തീരാറാകുമ്പോഴത്തേക്ക് നോട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഉടനെ ഇപ്പോൾ പെട്ടെന്ന് ചാടി കയറി പോകണ്ട, ഒരു 2-3 പാർട്ട് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോട്ട് ചെയ്താണ്ട് കംപ്ലീറ്റ് ആവും. എന്നിട്ടായിരിക്കും അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചു നിർത്തിയത്? നമ്മൾ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് കടൽ മാർഗ്ഗം എന്ത് ചെയ്തു, യാത്രകളൊക്കെ നടത്തി. അങ്ങനെ ആദ്യം പോയത് പോർച്ചുഗലും സ്പെയിനും ആയിരുന്നു. പിന്നീട് ആരൊക്കെ വന്നു, നമ്മുടെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നെതർലാൻഡുകാർ വന്നു. നമ്മളതിൽ മനസ്സിലാക്കി ആദ്യം പോർച്ചുഗലും സ്പെയിനുമാണ് ആധിപത്യം സ്ഥാപിച്ചെങ്കിലും പിൽക്കാലത്ത് എന്ത് പറ്റുന്നു, ഇംഗ്ലണ്ട്, ഫ്രാൻസും ഒക്കെ ആധിപത്യത്തിലോട്ട് വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഇന്ന് പഠിക്കും. മാത്രമല്ല ഈ പറയുന്ന യാത്രകൾ കൊണ്ടുണ്ടായ കോൺസിക്വൻസസ് എന്താണെന്നും, അല്ലേ, നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ മാർഗ്ഗമുള്ള റൂട്ടൊക്കെ പോകുന്നു, അറ്റ്ലാന്റിക് സമുദ്രം വഴിയുള്ള റൂട്ട് ഫ്ലറിഷ് ആവുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെർക്കന്റിലിസമാണ്. അപ്പോൾ മെർക്കന്റിലിസം പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പോൾ ഇത് അറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 1498 എന്താ ഈ വർഷത്തിൻ്റെ പ്രത്യേകത? എന്താ സംഭവം നടന്നത്? നമ്മുടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലോട്ട് വന്നു, അല്ലേ? ഇന്ത്യയിൽ എവിടെയാണ് വന്നേ? കോഴിക്കോട് കാപ്പാടാണ് വന്നത്. പക്ഷെ കോഴിക്കോട് സാമൂതിരിയും ഈ പറയുന്ന വാസ്കോ ഡ ഗാമയായിട്ട് അത്ര നല്ല ഐക്യത്തിലായിരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്കോ അണ്ണൻ വന്നിട്ട് പറഞ്ഞു, സാമൂതിരി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്പൈസസും അതുപോലെ പെപ്പറിൻ്റെയൊക്കെ കച്ചവടം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തരണം. എന്നിട്ട് ആദ്യം ഇവിടെ കാണുന്ന ഈ അറബികളുണ്ടല്ലോ, ഇവന്മാരെ അടിച്ച് പുറത്താക്കണം. എന്നിട്ട് പെപ്പറും പരിപാടി ഞങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരി പറഞ്ഞു, കൊള്ളാമല്ലോ, ഇത്രയും കാലം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരുന്ന അറബികളെ പുറത്താക്കിയിട്ട് ഇന്നലെ കണ്ട് നിനക്ക് സാധനം തരാനോ? സാമൂതിരി പറഞ്ഞു, കഴിച്ച് പോടാന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരിയായിട്ട് അത്ര നല്ല ഐക്യത്തിൽ പോവാതെ എന്ത് ചെയ്തു, തൊട്ടുമുള്ള കണ്ണൂരിലോട്ട് പോകുന്നു. കണ്ണൂരിലെ കോലത്തിരിയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വാസ്കോ അണ്ണനെ 3 കപ്പലും അതിനകത്ത് ഇവർ ഈ പറയുന്ന സൂപ്പർ ഡ്രസ്സും ഒക്കെ കണ്ടങ്ങ് ആകൃഷ്ടനായിട്ട് കോലത്തിരി വന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് വേണോ അത് ഞാൻ അങ്ങ് തരാം. പെപ്പർ വേണോ, പെപ്പർ എടുത്തോ, സ്പൈസസ് വേണോ, സ്പൈസസ് എടുത്തോ, പറയുന്ന കാശ് തന്നാൽ മതി എന്ന് ഈ പറയുന്ന വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കോലത്തിരിയായിട്ട് ഒരു നല്ല നയത്തിലൊക്കെ എത്തുന്നു. കോലത്തിരിയും ഈ പറയുന്ന സാമൂതിരിയായിട്ട് അത്ര നല്ല ഐക്യമായിരുന്നില്ല. അപ്പോൾ അയൽക്കാരൻ്റെ ശത്രു ഇവൻ്റെ മിത്രമാണെന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുന്നു, കോലത്തിരിയായിട്ട് നല്ല ടൈപ്പ് ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്ത കൊല്ലം 1499 നമ്മുടെ വാസ്കോ തിരിച്ചെന്ത് ചെയ്യുന്നു, പോർച്ചുഗലിലോട്ട് പോകും. ഇങ്ങനെ അയച്ചതാരാ? മാനുവൽ രാജാവ്. അപ്പോൾ മാനുവൽ രാജാവ് നോക്കിയപ്പോഴത്തേക്കും ദൂതന്മാരെ നേരത്തെ അയച്ചിട്ടുണ്ട്. 3 ഒഴിഞ്ഞ കപ്പലിൽ കുറേ ആൾക്കാരുമായിട്ട് പോയ വാസ്കോ എന്ത് ചെയ്യുന്നു, 3 കപ്പൽ നിറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളും കൊണ്ടുവരുന്നു. അതായത് കൊണ്ടുപോയ യാത്രാ ചെലവിൻ്റെ എത്രയോ ഇരട്ടിക്കുള്ള ലാഭമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരൊറ്റ യാത്ര കൊണ്ട് നമ്മുടെ വാസ്കോയ്ക്കും മാനുവൽ രാജാവിനും കിട്ടുന്നത്. അപ്പോൾ രാജാവ് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ആരെ? നമ്മുടെ വാസ്കോ അണ്ണനെ. എന്നിട്ട് ഒരു ഗംഭീര സ്വീകരണം കൊടുക്കുന്നു. അങ്ങനെ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെറിയൊരു പണി ഇവർക്ക് മണക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിമിയോസോ എന്നാണെന്ന് തോന്നുന്നു ഉച്ചരിക്കുന്നത്. വിമിയോസോ പ്രഭു നമ്മുടെ വാസ്കോയുടെ അടുത്ത് ചോദിച്ചു, വാസ്കോ നിങ്ങൾ പോയതൊക്കെ ശരി തന്നെ, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് സാധനം ആവശ്യമുള്ളത് വേണമല്ലോ. അപ്പോൾ വാസ്കോ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എല്ലാം അവിടെ ഉണ്ട്. എന്തൊക്കെയുണ്ട്? നമ്മൾ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും, അല്ലെ, വാട്ട് ആർ ദ കൊമോഡിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പെപ്പർ ആയിക്കോട്ടെ, സിനമൻ ആയിക്കോട്ടെ, ജിഞ്ചർ ആയിക്കോട്ടെ, ആംബർ ആയിക്കോട്ടെ, മസ്ക് ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അതൊക്കെ ഓക്കെ, എങ്ങനെയാ നമ്മളെന്താ അങ്ങോട്ട് കൊടുക്കേണ്ടേ? തിരിച്ചു കൊടുക്കണമല്ലോ, കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ വാസ്കോ ഡ ഗാമ പറഞ്ഞു, അങ്ങനെ ചുമ്മാ തരത്തൊന്നുമില്ല, അവർക്ക് എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ കൊടുക്കണം. എന്ത് കൊടുക്കും? സ്വർണം കൊടുക്കണം, സിൽവർ കൊടുക്കണം, വെൽവെറ്റ് കൊടുക്കണം, സ്കാർലറ്റ് ക്ലോത്ത് അടക്കം നമ്മളെ ഇവിടെ വിലപ്പെട്ട സാധനങ്ങൾ തന്നെ അവന്മാർക്കും ഇഷ്ടം. ഏത്? അതായത് ഈ പറയുന്ന പോർച്ചുഗീസുകാർ വിചാരിച്ചിരുന്നത് ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ടന്മാരാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും വല്ല നക്കാപ്പിച്ചയും കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വരാമെന്നാണ് വിചാരിച്ച്. പക്ഷേ പോയപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് മനസ്സിലായി, ഇന്ത്യ എന്ന് പറയുന്ന അത്ര ഗതിയില്ലാത്തവന്മാർ രാജ്യം. അതായത് ആഫ്രിക്ക നിങ്ങളറിയാമല്ലോ, അല്ലേ? ആദ്യം അവരെങ്ങോട്ടാണ് പോയത്? ആഫ്രിക്കയാണ് പോയത്. ആഫ്രിക്ക പിടിച്ചെടുക്കുന്നു, അവിടുത്തെ നൈഗർ പ്ലെയിനിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുന്നു, പോകുന്നു. ഞാൻ ഈ കഥ പറയുന്നതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പ്ലെയിനിൽ പോകുന്നു, സ്വർണ്ണം അടിച്ചു മാറ്റുന്നു, അടിമകളെ പിടിക്കുന്നു, നൈസ്, ഇതേപോലത്തെ കുറേ പൊട്ടന്മാരെന്നാണ് വിചാരിച്ചു. ചെന്നപ്പോഴോ യവന്മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും സമ്പത്തുള്ള രാജ്യമായിരുന്നു ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്.
അതായത് ഇവിടെയും സ്വർണം തന്നെയാണ് വിലപ്പെട്ട സാധനം. അപ്പോൾ സ്വർണ്ണമാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അത് യൂറോപ്യന്മാർക്ക് അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെ അന്നത്തെ രീതി അനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്, സ്വർണത്തിലാണ് അളക്കുന്നത്. രാജ്യത്തിൻ്റെ ഒരു സമ്പന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഒരുപാട് എന്ത് വേണം, സ്വർണം വേണം. നിങ്ങൾ തുടങ്ങിയപ്പോൾ പഠിച്ചു, സ്യൂട്ട പ്രദേശം പിടിച്ചടക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ പോകുന്നത് എന്തിനാണ്, സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്പെയിനുകാർ ഈ പറയുന്ന അമേരിക്കയെ കണ്ടെത്തിയെങ്കിൽ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വരുന്നത് എന്താണ്, സ്വർണവും വെള്ളിയും ആണെന്ന് ഒന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ നമ്മുടെ വിമിയോസോ പ്രഭു പറഞ്ഞു, ഇതിപ്പോൾ പ്രശ്നമായല്ലോ, ഇപ്പം നമ്മൾ അവന്മാരെ കണ്ടെത്താൻ പോയിട്ട് ഇപ്പോൾ അവന്മാർ നമ്മളെയാണ് എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ ചുളുവിലയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയത്. പക്ഷേ ഇപ്പോൾ പറ്റിയത് എന്താ, അവന്മാരുടെ സ്പൈസസ് വിൽക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്തു, പുതിയൊരു മാർക്കറ്റ് കിട്ടി. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഇറ്റ് ഈസ് ദേ ഹൂ ഹാവ് ഡിസ്കവേർഡ് അസ്. ഇതാണ് സംഭവം, ഇതാണ് ഇതിൻ്റെ സാരം. പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ നോക്കി ഇവിടെ ചോദിക്കുന്നുണ്ട്, വൈ ഡു യു തിങ്ക് ദാറ്റ് ലോർഡ് വിമിയോസോ മെയ്ഡ് ദിസ് കമൻറ്റ്, ലെറ്റ് us എക്സ്പ്ലോർ. ഇതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ഈ സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകരം കിട്ടുന്നത് എന്താണ്, നമ്മുടെ രാവണപ്രഭു സിനിമ പറയും പോലെ പകരം കിട്ടുന്നത് മണ്ണായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കയ്യിലുള്ള കാശ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അന്നത്തെ നയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി സ്വർണവും വെള്ളിയും എന്ത് ചെയ്യുക, സമ്പാദിക്കുക, അത് സമ്പാദിച്ചു കൂട്ടുക. ഒരു രാജ്യത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് എന്തുവാണ്, ഈ പറയുന്ന സമ്പത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമായിരുന്നു അത്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയോ, അറ്റ് ദാറ്റ് ടൈം ദ എക്കോണമിക് പോളിസി ഓഫ് ദ യൂറോപ്യൻ നേഷൻസ് ഫോക്കസ്ഡ് ഹെവിലി ഓൺ അക്യൂറിങ് ഗോൾഡ് ആൻഡ് സിൽവർ. സ്വർണവും വെള്ളി സമ്പാദിക്കുക എന്നുള്ളത് കൊടുക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, വിച്ച് വെയർ സീൻസ് എസ് എ സിംബൽ ഓഫ് വെൽത്ത് ആൻഡ് പവർ. അപ്പോൾ സ്വത്തിൻ്റെ, വെൽത്തിൻ്റെ, പവറിൻ്റെ ഒക്കെ സിംബൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. When Lord Vimioso learned that gold and silver had to be given to the Indians in exchange of their goods, he felt that Europe was losing its precious resources and gave such a response. അപ്പോൾ ഇതാ സംഭവം. ഇതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ അവന്മാർ നമ്മളാണല്ലോ കണ്ടെത്തിയെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, അവന്മാർക്ക് ഒരു നക്കാപ്പിച്ചയും കൊടുത്ത് ഉള്ള സ്പൈസസും വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കാം. ഓൾറെഡി വൃത്തിയായിട്ട് അവന്മാർക്ക് ലാഭം കിട്ടിയതാണ് കേട്ടോ. എന്നിട്ടാണ് പറയുന്നത് സ്വർണ്ണമൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ അത് അത്ര അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല. അപ്പോൾ എന്താ സംഭവം, ഈ മാന്യമായ ഒരു എക്സ്ചേഞ്ച് അവർക്ക് ഇപ്പോൾ അത്ര താല്പര്യം ഇല്ല എന്നുള്ളത് പിടികിട്ടി. അല്ലേ, അവർക്ക് മാന്യമായിട്ട് കച്ചവടം അല്ല അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് വിവരമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർ നയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ തുടക്കമാണിത്. ഓക്കെ, ദിസ് ഹൈലൈറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെർക്കൻറ്റിലിസം. ഈ ഒരു നയത്തെയാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. ഏത് നയത്തെ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ. ഓക്കെ, ആൻ എക്കണോമിക് പോളിസി വെയർ നേഷൻസ് എയിംഡ് ടു അക്യുമുലേറ്റ് വെൽത്ത് പ്രൈമർലി ഗോൾഡ് ആൻഡ് സിൽവർ ത്രൂ ട്രേഡ് ആൻഡ് അതർ മീൻസ്. അപ്പോൾ ട്രേഡിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും സ്വർണം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വെള്ളിയും സ്വർണവും സമ്പാദിച്ചു കൂട്ടുന്ന നയത്തെയാണ് നമ്മൾ മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. അങ്ങനെ മെർക്കൻറ്റലിസ്റ്റ് പോളിസികൾ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് നമ്മൾ അളക്കുന്നത് എന്തിലാണ്, അവിടുത്തെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അളവിലാണ്. ഇതൊക്കെ ഞാൻ പോയിൻ്റായിട്ട് തരാം കേട്ടോ, ഇതൊന്നും ആദ്യം പറഞ്ഞു പൊക്കോട്ടെ. സോ കൺട്രീസ് അഡോപ്റ്റഡ് ദ പോളിസി ടു കോമ്പീറ്റ് ടു അക്യുമുലേറ്റ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ദീസ് പ്രഷ്യസ് മെറ്റൽസ്. അങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ വെൽത്ത് അക്വയർ ചെയ്യാൻ ശ്രമിച്ച ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ മെർക്കൻറ്റലിസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് വാസ് ദ എഫേർട്ട് ടു പ്രിസർവ് എ നേഷൻസ് വെൽത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ബൈ റെഡ്യൂസിങ് ഇമ്പോർട്ട് ആൻഡ് ഇൻക്രീസിങ് എക്സ്പോർട്ട്. അതായത് ഇവർക്ക് ഇറക്കുമതി ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല, കാരണം പകരം സ്വർണം കൊടുക്കണമല്ലോ. എന്നാൽ ഇവിടെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മെർക്കൻറ്റലിസം? അപ്പോൾ ആദ്യം നമ്മുടെ വിമിയോസോ പ്രഭു എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതിൻ്റെ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. അതിന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് നോക്കിയേ, മെർക്കൻറ്റലിസം എന്ന് വെച്ചാൽ എന്താണ്? പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ട് സമയത്ത്, 16-ാം നൂറ്റാണ്ട് തൊട്ട് 18-ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്ത് യൂറോപ്പിൽ നടന്നിരുന്ന ഒരു എക്കണോമിക് പോളിസിയാണ് മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്ത് എത്ര സ്വർണവും വെള്ളിയും ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ്. സോ രാജ്യങ്ങൾ എന്ത് ചെയ്തു, പവർഫുൾ ആകാൻ നോക്കി. എങ്ങനെ? സ്വർണവും വെള്ളിയും അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്? വെൽത്ത് എന്ന് പറയുന്നത് അളന്നിരുന്നത് സ്വർണത്തിലും വെള്ളിയിലുമാണ്. സോ കൺട്രീസ് ബിലീവ്ഡ് ദാറ്റ് റിയൽ വെൽത്ത് വാസ് സ്റ്റോർഡ് ഇൻ പ്രഷ്യസ് മെറ്റൽസ്. അടുത്ത് എക്സ്പോർട്ട് കൂട്ടുക, ഇമ്പോർട്ടിന് എന്ത് ചെയ്യുക, കുറയ്ക്കുക. എക്സ്പോർട്ട് കൂട്ടുക, ഇമ്പോർട്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക. നേഷൻസ് എൻകറേജ്ഡ് സെല്ലിംഗ് ഗുഡ്സ് ടു അതർ കൺട്രീസ് ആൻഡ് ഡിസ്കറേജ്ഡ് ബൈയിങ് ദം ഫ്രം. ഗോൾ എന്തായിരുന്നു? സ്വർണവും വെള്ളി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്, അങ്ങോട്ട് നഷ്ടപ്പെടാൻ പാടില്ല. മറ്റൊന്ന് ട്രേഡിൻ്റെ കൺട്രോൾ എടുക്കുക. ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്ട്രിക്റ്റായിട്ട് ഈ ട്രേഡിനെ കൺട്രോൾ ചെയ്തിരുന്നു. അതായത് ഒരിക്കലും നമ്മൾ എന്ത് കൂടാൻ പാടില്ല, ഇമ്പോർട്ട് കൂടാൻ പാടില്ല.
അതിനുവേണ്ടി കോളനികൾ അവരെന്ത് ചെയ്തു കണ്ടെത്തി. അതായത് യൂറോപ്യൻ പവർ സെറ്റപ്പ് കോളനീസ് ടു ഗെറ്റ് റോ മെറ്റീരിയൽസ് ചീപ്ലി ആൻഡ് സെല്ല് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് അറ്റ് ഹൈ പ്രൈസ്. എന്ന് വെച്ചാൽ എന്താ, കോളനികൾ പിടിച്ചെടുക്കുക, അതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ആദ്യം ട്രേഡ് എന്ന് പറഞ്ഞ് ചെന്നിട്ട് അവിടെ ആർമിയെ കൊണ്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള റോ മെറ്റീരിയൽസ്, ഇവർക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് കുറഞ്ഞ ചിലവിൽ അവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും. അതാണ് സംഭവം എന്ന് പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു, ഇതിൻ്റെ പേരിൽ മത്സരങ്ങളും നടന്നിരുന്നു. അങ്ങനെയാണ് കൊളോണിയൽ പോളിസികളിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, രാജ്യങ്ങളുമായിട്ട് മാന്യമായ ട്രേഡ് നടത്തി പോയി കഴിഞ്ഞാൽ അപ്പോൾ ശരിയാവത്തില്ല, കാരണം സ്വർണം കൊടുക്കേണ്ടി വരും. പക്ഷേ പിടിച്ചെടുത്ത് കഴിഞ്ഞാലോ കാര്യങ്ങൾ കുറച്ച് ഈസിയായി. അപ്പോൾ എല്ലാ രാജ്യത്തും ചെന്നിട്ട് ആ രാജ്യത്തെ ട്രേഡിൻ്റെ മൊണോപ്പൊളി അവരങ്ങ് പിടിച്ചെടുക്കും. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ അടിച്ച് തുരത്തുക, എന്നിട്ട് നമ്മൾ മാത്രം ആവുക. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, സാധനങ്ങൾ കിട്ടുമല്ലോ. നമ്മുടെ പോർച്ചുഗീസുകാരോ എന്ന് പറഞ്ഞ പോലെ അറബികളാണ് ഇവിടെ ഉള്ള ഏക വാങ്ങാൻ. അപ്പോൾ വാങ്ങാൻ സാധനം വിൽക്കാൻ ഇന്ത്യക്കാരുടെ കയ്യിലുണ്ട്, വാങ്ങാൻ അറബികളുണ്ട്, പോർച്ചുഗീസുകാരും ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഒരു മത്സരം വരും. അപ്പോൾ കൂടിയ വില ആര് കൊടുക്കും, അവർക്ക് സാധനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ അറബികളങ്ങ് ഇല്ലാതാക്കിയാലോ പിന്നെ കാര്യങ്ങൾ ഈസി ആയില്ലേ. അപ്പോൾ ഈ ഒരു നയമാണ് കൊളോണിയൽ പോളിസികളുടെ തുടക്കം എന്ന് പറയുന്നത്. അതായത് കൊളോണിയൽ പോളിസീസ് റെഫർ ടു ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് എംപ്ലോയിഡ് ബൈ കൊളോണിയൽ പവേഴ്സ് ടു എക്സ്ട്രാക്ട് വെൽത്ത് ഫ്രം ദിയർ കോളനീസ്. അവരുടെ കോളനികളിൽ നിന്ന്, ഇവർ ചെന്നെത്തുന്ന കോളനികളിൽ നിന്ന് മാക്സിമം വെൽത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ നയങ്ങളെയാണ് നമ്മൾ കൊളോണിയൽ പോളിസികൾ എന്ന് പറയുന്നത്. പ്രധാന എയിം എന്തായിരുന്നു, ദ പ്രൈമറി എയിം ഓഫ് ദ പോർച്ചുഗീസുകാരുടെ പറയുകയാണെ എന്തായിരിക്കും, ടു ബ്രേക്ക് ദ ഏഷ്യൻ സ്പൈസ് ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ അറബ് ആൻഡ് സെക്യൂർ കൺട്രോൾ ഓവർ ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി അറബികളെ ഇവിടുന്ന് തുരത്തുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ സത്യത്തിൽ അവരത് വിജയിക്കുകയും ചെയ്തു. കാരണം അവർ മറ്റ് അറബി കപ്പലുകളെ കടലിൽ വെച്ച് ആക്രമിക്കാൻ തുടങ്ങി. ഈ പറയുന്ന കോലത്ത് നാടുമായിട്ടും പിന്നെ കൊച്ചിയുമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവർ വ്യാപാര കരാറിലെത്തുന്നു. രാജാക്കന്മാർക്ക് സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അവരെ സുഖിപ്പിച്ച് അവർ മൊണോപ്പൊളി പിടിച്ചെടുത്തു, സത്യം പറഞ്ഞാൽ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് പറ്റി, നമ്മുടെ പോർച്ചുഗീസ് രാജാവിൻ്റെ കയ്യിലായി സ്പൈസസിൻ്റെ മൊണോപ്പൊളി. ആദ്യകാലങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം, മറ്റ് യൂറോപ്യന്മാർ ഈ കോണ്ടിനെൻറ്റിൽ അടുക്കാതിരിക്കാൻ അവർ മാക്സിമം എന്ത് ചെയ്തിരുന്നു, ശ്രമിച്ചിരുന്നു. ആദ്യം പോയി പോർച്ചുഗീസാണ് കേരളം പിടിച്ചെടുത്തെങ്കിൽ മറ്റ് രാജ്യക്കാർ, ഇപ്പോൾ ഡച്ച് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ആയിക്കോട്ടെ, ഫ്രഞ്ച് ആയിക്കോട്ടെ, അവരിങ്ങോട്ട് വരാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിരുന്നു. അതായത് കപ്പലിൽ ഒരിക്കലും പോർച്ചുഗീസുകാരല്ലാത്ത ഒറ്റ ഒരുത്തനെ പോലും അവർ എന്ത് ചെയ്യത്തില്ലായിരുന്നു, കൊണ്ടുപോകത്തില്ലായിരുന്നു. കാരണം കൊണ്ടുപോയാൽ അവൻ എന്ത് ചെയ്യും, പോയിട്ട് അവൻ്റെ രാജ്യത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ ഈ വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ വഴി വരെ അവർ എന്ത് ചെയ്തിരുന്നു, രഹസ്യമാക്കി വെച്ചിരുന്നു. സ്പെയിനും ഇതേ പരിപാടി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്പെയിൻ അമേരിക്കയാണല്ലോ ആദ്യം, നമ്മുടെ കൊളംബസ് പോയ കഥ അറിയാമല്ലോ. സോ സ്പെയിൻ ഓൾസോ ഗവേൺഡ് ഇറ്റ്സ് കൊളോണിയൽ പോളിസീസ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ കിങ്. രാജാവ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. എന്തിനായിരുന്നു, സ്വർണവും വെളിയും ഇങ്ങോട്ട് മാക്സിമം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളെ, പോർച്ചുഗീസുകാരും ഡച്ചുകാരും ട്രേഡ് നടത്തിയത് രാജാവിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ നമ്മൾ ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു വാക്ക് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇംഗ്ലണ്ട് ഒന്നും ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തില്ല, ഇവർ ഡയറക്റ്റായിട്ട് ഖജനാവിൽ നിന്ന് രാജാവിൻ്റെ കാശ് മുടക്കിയല്ല വോയേജുകൾ നടത്തുന്നത്. ഇവർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുണ്ടാക്കി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യയുമായി ട്രേഡ് നടത്തുക എന്ന കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയും, അതുപോലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡച്ചുകാരും ഇംഗ്ലണ്ടുകാരുടെയും ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊളോണിയൽ ട്രേഡ് നടത്തിയത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ്, രാജാവിൻ്റെ പോക്കറ്റിൽ നിന്ന്. അല്ലാതിന് ഗുണമുണ്ട്, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്പെയിനും പോർച്ചുഗലും പക്ഷേ എങ്ങനെയായിരുന്നു, ഡയറക്റ്റായിട്ട് രാജാവിൻ്റെ കൺട്രോളിലായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, രാജാവിന് കാശ് കിട്ടിയ രാജാവിൻ്റെ ഇഷ്ടത്തിന് അത് എന്ത് ചെയ്തു, മോടി പിടിപ്പിക്കാൻ. അതായത് ഈ പറയുന്ന എന്താണ് നോക്കി, ഇവിടെ നോക്കിയേ, ദേ യൂസ്ഡ് ദ വെൽത്ത് ദസ് ഏൺഡ് ടു ബിൽഡ് ആൻഡ് റിനോവേറ്റ് പാലസസ്. എന്താണ്, കൊട്ടാരങ്ങൾ നിർമ്മിക്കാനും പാലസസ് മോടി പിടിപ്പിക്കാനും വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരും സ്പെയിനുകാരും കാശ് ചിലവാക്കിയപ്പോൾ ഇംഗ്ലണ്ടും നെതർലാൻഡുകാരും എന്ത് ചെയ്തു, അതിനെ റീഇൻവെസ്റ്റ് ചെയ്തു. കാരണം അതൊരു കമ്പനിയാണ്. എന്ന് വെച്ചാൽ രാജാവിനും ഷെയറുണ്ട്, അവിടുത്തെ ധനികരായിട്ടുള്ള ആൾക്കാർക്കും ഷെയറുണ്ട്. നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ കമ്പനികൾ പോലെ, ഷെയർ മാർക്കറ്റിലെ കമ്പനികൾ പോലെ തന്നെ ഒരു ഫോം എന്ന് വിചാരിക്കുക. അപ്പോൾ സംഭവം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർച്ചുഗീസുകാർക്കും സ്പെയിൻകാർക്കും കാശ് ഒരുപാട് കിട്ടിയെങ്കിൽ ഇവന്മാരത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല. ഇൻവെസ്റ്റ് ചെയ്യണം പൈസ. ഇവരതിൽ ആവശ്യമായിട്ട് സ്പെൻഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി, ഇംഗ്ലണ്ടുകാരും ഡച്ചുകാരും അത് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ എന്ത് പറ്റിയെന്ന് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കാരണം ഈ പറയുന്ന ഇംഗ്ലണ്ടിന് എക്കണോമിക്കലി നല്ല രീതിയിൽ ഈ പറഞ്ഞ മറ്റുള്ളവരെക്കാളും ഡെവലപ്പ് ആകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വെൽത്ത് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്താ, ശരിയാണ്. ഇംഗ്ലണ്ടും ഡച്ചും അവർക്ക് കിട്ടിയ കാശിനെ അവർ ഇതേ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടിയിട്ടും അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടും അവിടെ നിന്നുള്ള വെൽത്ത് നൈസായിട്ട് ചുളുവിലേക്ക് ഇങ്ങോട്ട് അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വരുമ്പോൾ 4 പേരും പണിയാൻ നമുക്ക് തന്നതെങ്കിലും
അവരെന്ത് ചെയ്തു, കുറച്ചുകൂടി തന്നെ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്ത കാരണമാണ് ഇംഗ്ലണ്ടിന് എന്ത് പറ്റിയത്, ഒരു സാമ്പത്തിക നേട്ടം കിട്ടിയത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ കൊളോണിയൽ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ആർ ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ദ യൂറോപ്യൻസ് ടു കൺട്രോൾ ദ കോളനീസ് ആൻഡ് എക്സ്ട്രാക്ട് വെൽത്ത് ഫ്രം ദം. മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, റിസോഴ്സ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്, വെൽത്ത് മനസ്സിലാക്കുക, ട്രേഡിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക, രാജാവിന് ഗുണമുണ്ടാക്കുക. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ് മൊണോപ്പൊളി പിടിച്ചെടുക്കുക, അതാണ് ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത്. അതായത് കോളനീസ് വെയർ നോട്ട് ഫ്രീ ടു ട്രേഡ് വിത്ത് അതേഴ്സ്, അല്ലെ, മറ്റുള്ളവരുമായിട്ട് ട്രേഡ് ചെയ്യാൻ അനുവദിക്കാതെ ഇന്ത്യ ഇവർ മാത്രം ട്രേഡിൻ്റെ മൊണോപ്പൊളി പിടിച്ചെടുക്കുക. ഫോർ എക്സാമ്പിൾ പോർച്ചുഗീസുകാർ നമ്മുടെ ഈ അറബിക്കാരെ തുരത്തിയതുപോലെ. ഡയറക്റ്റ് കൺട്രോൾ ബൈ ദ കിങ്സ്. സ്പെയിനും പോർച്ചുഗലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രാജാവിൻ്റെ കീഴിലായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട ഗെയിം എന്തായിരുന്നു, ഗോൾഡ് സിൽവർ എടുക്കുക. എന്നാൽ ഈ പറയുന്ന ഡച്ചും ഇംഗ്ലണ്ടും എന്ത് ചെയ്തു, യൂസ് ഓഫ് കമ്പനീസ്, അവർ കമ്പനികൾ യൂസ് ചെയ്തു. അതായത് അവർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ രജിസ്റ്റർ ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ. അതുവഴിയാണ് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് അവർ പൈസ അവിടെ റീഇൻവെസ്റ്റ് ചെയ്തു. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. കോളനീസ് വെയർ യൂസ്ഡ് മെയിൻലി ടു പ്രൊവൈഡ് റോ മെറ്റീരിയൽസ് ആൻഡ് വെൽത്ത് ബൈ ദ റൂളിംഗ് നേഷൻസ്. എന്ന് വെച്ചാൽ ഇവരുടെ ഉദ്ദേശം ഏത് കോളനി ആണോ അവിടുന്ന് റോ മെറ്റീരിയൽ കുറഞ്ഞ വിലയ്ക്ക് എടുക്കുക, വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുക. ഇനി ഈ വെൽത്ത് എങ്ങനെയാണ് റൂളേഴ്സ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് റൂളേഴ്സ് യൂസ്ഡ് ദ വെൽത്ത് ടു ബിൽഡ് പാലസസ് ആൻഡ് ഷോ പവർ, വൈൽ ഇംഗ്ലണ്ട് ആൻഡ് ഡച്ച് റീഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് ഗുണമുണ്ടായി കാണും, ഇംഗ്ലണ്ടിനും ഡച്ചിനും. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വെൽത്ത് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം യെസ്. എന്താണ്, ഇറ്റ് ഈസ് ദ ഇംഗ്ലണ്ട്സ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാപ്പൻ ബിക്കോസ് ഇറ്റ് യൂസ്ഡ് ദ വെൽത്ത് wisely, reinvesting in profits, supporting industries and building infrastructure rather than wasting its luxury on display. ഷോ കാണിക്കാൻ ഇറക്കാതെ അവരെന്ത് ചെയ്തു, പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ഇതാണ് സംഭവം. ഒറ്റ പോയിന്റും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇതിപ്പോൾ പറഞ്ഞത് കോളനികളുടെ കാര്യം, അല്ലെങ്കിൽ റൂളിംഗ് രാജ്യത്തിൻ്റെ കാര്യം. അവിടെയുള്ള നേറ്റീവ്സ് ഉണ്ടായിരുന്നല്ലോ, അതായത് ഇന്ത്യയിൽ കുറേ ഇന്ത്യക്കാരുണ്ടായിരുന്നു, അതിനേക്കാൾ ഉപരി ആഫ്രിക്കയിൽ പാവപ്പെട്ട ആഫ്രിക്കക്കാരുണ്ടായിരുന്നു, അമേരിക്കയിൽ പാവപ്പെട്ട അമേരിക്കൻ റെഡ് ഇന്ത്യൻ ട്രൈബുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. 4 പോയിന്റേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഒലാദുവ എന്നാണ് തോന്നുന്നു, ഇക്വയാനോ എന്നാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഒലാ അതുവ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് മനസ്സിലായത്. ആഫ്രിക്കക്കാരനാണ്, അങ്ങനത്തെ പേരാകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉച്ചാരണത്തിൽ വായിച്ചു. സംഭവം ഇത്രയേ ഉള്ളൂ. പുള്ളി ഒരു അടിമക്കപ്പൽ കൊണ്ടുപോയ കഥയാണ് പറയുന്നത്. അതായത് ഇയാളെ ഈ അടിമക്കപ്പലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാളെ കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരുപാട് കറുത്ത വർഗ്ഗക്കാരെയാണ്. ഓക്കെ, ഈ കറുത്ത വർഗ്ഗക്കാരുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഇയാളെ മനസ്സിലായി എന്താണ്, ഇയാളുടെ അവസ്ഥ മോശമാണ്, അല്ലെ, എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ കപ്പൽ. യാത്രാപേരോടോ പറയുന്നത് കേട്ടോ, അയാളെ വന്ന് രക്ഷപ്പെട്ടു പിന്നീട്. അപ്പോൾ കപ്പലിൽ കൊണ്ടുപോയപ്പോൾ എന്താ കണ്ടത്, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരുപാട് കറുത്ത വർഗ്ഗക്കാർ. അവിടുത്തെ സ്മെല്ലാണെങ്കിലോ നാറ്റമാണെങ്കിലോ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാറ്റ് സഹിക്കാൻ പറ്റാതെ ഇയാളിങ്ങനെ ആഹാരമൊന്നും കഴിക്കാതെ അങ്ങനെ മിസറബിൾ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഈ പറയുന്ന എൻ്റെ ബ്രിട്ടീഷുകാരൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലണ്ടുകാർ വന്നിട്ട് എന്ത് ചെയ്തു, ചങ്ങലയൊക്കെ കെട്ടിയിട്ട് അടിച്ച് പുറം പൊളിച്ചു. സഹിക്കാൻ പറ്റാത്ത രണ്ടുപേരും എന്ത് ചെയ്തു, കപ്പലിൽ നിന്ന് എടുത്ത് ചാടി. കൂടെ ഒരുത്തരും കൂടെ ചാടാൻ നോക്കി, ബാക്കിയുള്ളവരെയൊക്കെ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ആദ്യം ചാടി രണ്ടുപേരും സ്വയം മരിച്ചു. കാരണം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവർ ചിന്തിച്ചു. മൂന്നാമത് ചാടി ഇവനെ പിടിച്ചു, അവനെയും ചാട്ടവാറിനടിച്ചു. ഇതാ പറയുന്നത്. അപ്പോൾ കോളനൈസേഷനും നേറ്റീവ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. കോളനിവൽക്കരണം വന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ സ്ലേവ് ട്രേഡാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ ആഫ്രിക്കക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫിസിക്കലി നല്ല സ്ട്രോങ് ആൾക്കാരാണ്. അപ്പോൾ അവരെ നല്ല അടിമകളാക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവർ പിടിച്ചുകൊണ്ട് പോയി. തീരുന്നില്ല. ഈ പറയുന്ന കോളനിവൽക്കരണം വന്നത് കാരണം മറ്റൊരുപാട് കോൺസിക്വൻസസ് അല്ലെങ്കിൽ എഫക്റ്റുകൾ ഈ പറയുന്ന നേറ്റീവ് രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ആ പറയുന്ന ഇവർ ചെന്നെത്തിയ രാജ്യങ്ങളുണ്ടായി. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന വെൽത്ത് മൊത്തം എക്സ്ട്രാക്ട് ചെയ്ത് കോളനികൾ എന്ത് ചെയ്തു, അവരുടെ യൂറോപ്യൻ രാജ്യങ്ങളോട്ട് കൊണ്ടുപോയി. ഒന്ന്, ഈ പറയുന്ന ആ നാട്ടിലെ യഥാർത്ഥ അവകാശികൾക്ക് ആ രാജ്യത്തിന്മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. അവർക്ക് സാമ്പത്തികമായിട്ടും അവിടെ അധികാരമില്ലാതായി. നമ്മൾ പിന്നീട് പഠിക്കുമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. കോളനികളിൽ എന്ത് പറ്റി, അവർക്ക് പൊളിറ്റിക്കൽ, അവർക്ക് അവകാശങ്ങളും ഇല്ലാതായി, അവർക്ക് സമ്പത്തും ഇല്ലാതായി, അവർ മൊത്തത്തിൽ കഷ്ടപ്പാടായി. ഇൻഡിജീനിയസ് കൾച്ചർ ഇൻ ദ കോളനീസ് ഫേസ്ഡ് ഡിസ്ട്രക്ഷൻ. ആ നാട്ടിലുണ്ടായിരുന്ന കൾച്ചർ ഇല്ലാതായി, പകരം യൂറോപ്യൻ ലൈഫ് സ്റ്റൈലും യൂറോപ്യൻ കൾച്ചറും അവിടേക്ക് എന്ത് ചെയ്തു, ഇവർ അടിച്ചേൽപ്പിക്കുന്നു. പല പോയ രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളല്ലായിരുന്നു. ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ഇൻ ദ കോളനൈസ്ഡ് റീജിയൻസ്. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ മതപരിവർത്തനം നടത്തി. ഇത് പറയുമ്പോൾ എൻ്റെ നെഞ്ചത്തോട്ട് കയറരുത് ആരും വന്നിട്ട്. എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിൻ്റാണ്. അതിൽ ക്രിസ്ത്യാനിറ്റി എന്ന് തന്നെ പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഈ പറയുന്ന വിഷയമൊക്കെ കത്തിക്കയറി നിൽക്കുകയാണ്, അറിയാമല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിൻ്റാണ് കേട്ടോ. അന്ന് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ കൺവേർഷൻസ് നടക്കുമായിരുന്നു. നമ്മൾ ഏത് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും അതവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അത് മനസ്സിലാക്കുക, ഞാൻ അതുകൊണ്ട് അതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം? കോളനൈസേഷൻ്റെ ഇഫക്റ്റുകൾ എന്താണ്? വെൽത്ത് വാസ് ടേക്കൺ അവേ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന വെൽത്ത് മൊത്തം അവർ അടിച്ചുകൊണ്ട് പോയി. കോളനികൾ യൂറോപ്പിലേക്ക് വെൽത്തുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറി. ലോസ് ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ നേറ്റീവ്സിന് അവിടെയുള്ള പൊളിറ്റിക്കൽ പവറും അവരുടെ ലാൻഡിന് മേലുള്ള അവകാശവും എക്കോണമിക് റൈറ്റും ഒക്കെ നഷ്ടപ്പെട്ടു. കൾച്ചറുകൾ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ലോക്കൽ ട്രഡീഷൻസ് പ്രാക്ടീസുകളൊക്കെ എന്ത് ചെയ്തു? നഷ്ടമായി, ഇല്ലാതായിട്ട് മാറി. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ സ്പ്രെഡായി. യൂറോപ്യൻ ജീവിത രീതി ഇവരിലേക്ക് കൊണ്ടുവന്നു. അത് അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു. മിഷനറീസ് എന്ത് ചെയ്തു? ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ലേവറി വളർന്നു. ആഫ്രിക്കയാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് മാറിയത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പ്രധാനപ്പെട്ട എഫക്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം പരീക്ഷയ്ക്ക്. ഓക്കെ, എഫക്റ്റ് ഓഫ് കോളനൈസേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റുകൾ വേണം പറയാനായിട്ട്. അപ്പോൾ ഇത് മതി. ഇനി ന്യൂ വേൾഡും ചേഞ്ചിങ് എക്കോണമിക് ഓർഡർ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഇന്ന് പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.